എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 17-ാം വാക്യത്തിലെ മറ്റൊരു പ്രസ്താവന തെരുവീതിയിൽ അവൻ്റെ പേർ ഇല്ലാതെയാകും എന്ന വാക്കുകളാണ്. എന്നേക്കുമായി നിന്റെ പേർ നശിച്ചു പോകത്തക്ക തലത്തിൽ നീ ഇല്ലാതെയാകും എന്ന് പറയുന്നതായ പദമാണ്. ആരോടാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഭക്തനായ ഇയ്യോബിനോടാണ് പറയുന്നത്. ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ വാക്കുകളാണ്. എന്നാൽ ദൈവത്തിന് ഇയ്യോബിനോട് മാത്രമല്ല ഓരോ ഭക്തനോടും പറയുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നീതിയോടും നിർമ്മലതയോടും സത്യസന്ധതയോടും കൂടി നിങ്ങൾ ജീവിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പേർ മായ്ച്ചു കളയുകയില്ല. നിങ്ങളുടെ പേർ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതപ്പെടും എന്ന് പറയുന്നതായ വാക്കുകളാണ്. നമ്മെ നോക്കിക്കൊണ്ട് വിധി പറയുന്ന അനവധി ആളുകൾ നമ്മുടെ മുൻപിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകാം. എന്നാൽ അവരുടെ വിധിയും ദൈവത്തിൻ്റെ വിധിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആരുടെ പേരാണ് ഇല്ലാതെയാകുന്നത്? ആരുടെ പേരാണ് മായ്ച്ചു കളയുന്നത് എന്ന് ചോദിച്ചാൽ അത്യുന്നതനായ ദൈവത്തോട് പാപം ചെയ്യുന്നവന്റെ പേരുകളാണ് മായ്ച്ചു കളയുന്നത് എന്നോർപ്പിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പേര് പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞാൽ അതെവിടെയാണ് എഴുതപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുന്നത് ദൈവത്തോട് പാപം ചെയ്യുന്നവന്റെ പേരുകളാണ്. അതെഴുതപ്പെടുന്നത് മണ്ണിലാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി പരമാർത്ഥതയോടെ ജീവിക്കുന്നവന്റെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്നുള്ള പദം കേട്ടിട്ട് നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ പാപം വിട്ട് നീതിയിൽ ജീവിപ്പാൻ ഉത്സാഹിക്കുക മാത്രമാണ് ആവശ്യം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേർ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഭക്തന്മാരുടെ പേരുകളാണ് വിളിക്കപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയുകയും മണ്ണിൽ എഴുതപ്പെടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല, പേർ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം കാണപ്പെടേണ്ടതിന്
അതിനനുസൃതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാൻ ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ക്കപ്പെടാതിരിക്കേണ്ടതിന് യഹോവയോട് പാപം ചെയ്യാതെ നീതിയോടും നിർമ്മലതയോടും ഞങ്ങളുടെ ജീവിതകാലം ഞങ്ങൾക്ക് മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അതിനായി ഞങ്ങളെ ശക്തരാക്കുന്നത് കൊണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.